ഓം ശാന്തി. ഒരിക്കലൊരു രാജാവ് തൻ്റെ സദസ്സിലുള്ളതായിരിക്കുന്ന എല്ലാ ബ്രഹ്മചാരികളായിരിക്കുന്ന സന്യാസിമാരെയും വിളിച്ച് അവരോട് ചോദിച്ചു, സന്യാസം ആണോ ശ്രേഷ്ഠമായത്, അതോ ഗൃഹസ്ഥാശ്രമാണോ, കർമ്മയോഗി ജീവിതം അഥവാ ഗൃഹസ്ഥാശ്രമാണോ ശ്രേഷ്ഠമായത് ചോദിച്ചു. സന്യാസിമാരെല്ലാവരും ഉത്തരം പറഞ്ഞു, എന്തുകൊണ്ടും സന്യാസം തന്നെയാണ് ശ്രേഷ്ഠമായത് എന്ന്. അപ്പോൾ രാജാവ് തിരിച്ചവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സന്യാസ ജീവിതം ശ്രേഷ്ഠമായത് എന്ന് നിങ്ങൾ പറയുന്നത്, എനിക്ക് തെളിയിച്ചു പറഞ്ഞു തരാൻ പറഞ്ഞു. എന്തുകൊണ്ട് സന്യാസ ജീവിതം ശ്രേഷ്ഠം എന്ന് തെളിയിക്കാൻ അവരെക്കൊണ്ട് ആരെക്കൊണ്ടും സാധ്യമല്ല. ആ സന്യാസിമാർക്കൊക്കെ രാജാവ് ശിക്ഷ വിധിച്ചു, നിങ്ങളെല്ലാവരും പോയി കല്യാണം കഴിച്ച് ഗൃഹസ്ഥികളായിട്ട് ജീവിക്കാൻ. കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ഗൃഹസ്ഥികളെ രാജാവ് വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, ഗൃഹസ്ഥാശ്രമാണോ അതോ സന്യാസ ജീവിതമാണോ ശ്രേഷ്ഠമെന്ന്. എല്ലാ ഗൃഹസ്ഥികളും പറഞ്ഞു, എന്തുകൊണ്ടും സന്യാസിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠം ഗൃഹസ്ഥി തന്നെയാണ് എന്ന്. അപ്പോൾ പലരിടത്തും രാജാവ് ഇതേ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഗൃഹസ്ഥം ശ്രേഷ്ഠമെന്ന് പറയുന്നുവെന്ന്. അവർക്കും ഉത്തരമില്ലായിരുന്നു. രാജാവ് അവർക്കെല്ലാം ശിക്ഷ വിധിച്ചു, ഇവരെല്ലാം സന്യാസിമാരായി ജീവിക്കട്ടെ എന്ന്. അങ്ങനെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു വൃദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അയാളെക്കുറിച്ച് രാജാവ് കേട്ടപ്പോൾ പറയുകയാണ്, ആ സന്യാസിനെ കൂടി കൊണ്ടുവരും, എനിക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാനുണ്ട് എന്ന്. ആ സന്യാസി വന്നപ്പോൾ രാജാവ് ഇതേ ചോദ്യം അയാളോടും ചോദിച്ചു, സന്യാസമാണോ ശ്രേഷ്ഠം അതോ ഗൃഹസ്ഥമാണോ ശ്രേഷ്ഠമെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയും, സന്യാസത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്, ഗൃഹസ്ഥത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, എന്താണെങ്കിലും ശരി, ഇനി അത് രാജാവിന് ശിക്ഷ വിധിക്കാനില്ല, അത് രണ്ടും ശ്രേഷ്ഠം എന്ന് പറഞ്ഞില്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ രാജാവ് പറയുകയാണ്, എന്താണെങ്കിലും രണ്ടും ഒരുപോലെ ശ്രേഷ്ഠമാണെങ്കിൽ അങ്ങ് എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവിനോട് പറയും, രാജൻ, ഓരോരുത്തർക്കും അവനവൻ്റെ കർമ്മത്തിൻ്റെ ആധാരത്തിൽ അതിൻ്റെ പ്രാധാന്യവും സുഖവും ഉണ്ട്. ഇത് അങ്ങേക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. കുറച്ച് യാത്ര കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വിളംബരം പുറപ്പെടുവിക്കുന്നതായിട്ട് കണ്ടു. അവിടെ രണ്ടുപേരും എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നിന്നു. അവിടുത്തെ രാജകുമാരിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ്. ആ രാജകുമാരി ആരുടെ കഴുത്തിൽ വരണമാല്യം അണിയിക്കുന്നു അവരായിരിക്കും ആ രാജ്യത്തിൻ്റെ വരാൻ പോകുന്നതായിട്ടുള്ള അവകാശി. അങ്ങനെ രാജകുമാരി വന്നു. ഇത് ആദ്യമായിട്ടല്ല പോലും അവിടെ നടക്കുന്നത്. ഇതിന് മുന്നേ 3 പ്രാവശ്യം രാജകുമാരിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു. ഒരുപാട് ചെറുപ്പക്കാരും രാജാക്കന്മാരും വന്നു. അത്യധികം സുന്ദരിയായിരുന്നു, സുശീലയായിരുന്നു രാജകുമാരി. രാജകുമാരിക്ക് ആരെയും പിടിച്ചില്ല, അതുകൊണ്ട് 3 പ്രാവശ്യവും സ്വയംവരം നടന്നില്ല. ഇത് 4ാമത്തെ പ്രാവശ്യം വീണ്ടും സ്വയംവരത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. നിരവധി സ്ഥലങ്ങളതായിരിക്കുന്ന വിദ്വാൻമാരായിരിക്കുന്നവർ, പണ്ഡിതന്മാരായിരിക്കുന്നവർ, പദവി കൊണ്ടുള്ളവർ, സമ്പന്നന്മാരായിട്ടുള്ളവർ, വെറൈറ്റി ആയിരിക്കുന്ന ചെറുപ്പക്കാർ ആ സ്ഥലത്ത് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവാഹത്തിൻ്റെ സ്വയംവര മണ്ഡപത്തിലേക്ക് രാജാവും ഈ സന്യാസിയും കൂടി കയറി ചെന്നു. അവിടെ ഈ രാജകുമാരി ഇങ്ങനെ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കി വരുന്നതിലിടയ്ക്ക് കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സൂര്യ തേജസ് പോലെ തേജസ്സുള്ളതായിരിക്കുന്ന ഒരു സന്യാസിയുടെ മുഖത്ത് രാജകുമാരിയുടെ കണ്ണു ചെന്ന് പതിഞ്ഞു. രാജകുമാരി ഒരു സംശയവും കൂടാതെ തൻ്റെ വരണമാല്യം ആ സന്യാസിയുടെ കഴുത്തിൽ അണിയിച്ചു. അപ്പോൾ അയാൾ ഉടനെ തന്നെ ആ വരണമാല്യത്തെ ഊരി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്, ഞാൻ ഒരിക്കലും തന്നെ ഒരു ഗൃഹസ്ഥാശ്രമം ആഗ്രഹിക്കുന്നില്ല. സന്യാസ ജീവിതം എൻ്റെ ലൈഫായി ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കൊരു രാജകുമാരനെ കഴിഞ്ഞ വിവാഹം കഴിക്കേണ്ട പറയും. അപ്പോൾ അവിടുത്തെ രാജാവ് ഇടപെട്ട് പറയും, നീ ഒട്ടും വിഷമിക്കരുത്. നീ വിചാരിക്കുന്നുണ്ടാവും ഈ രാജകുമാരിനെ പരിപാലിക്കുക എങ്ങനെയാണ് എന്നുള്ള വിചാരത്തോടെ ആയിരിക്കാം ഒരു പക്ഷേ വേണ്ടാന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പകുതി രാജ്യത്തിന് ഞാൻ അവകാശിയാക്കും. എൻ്റെ കാലശേഷം നീ ആയിരിക്കും ഈ മുഴുവൻ രാജ്യത്തിൻ്റെ രാജാവ്. അതുകൊണ്ട് നീ ഈ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവണമെന്ന് പറയും. രാജകുമാരിയാണെങ്കിൽ അവൻ്റെ തേജസ്സും ഒന്നും വേണ്ടാന്നുള്ളത് ഭാവമൊക്കെ കണ്ടപ്പോൾ അവനിലങ്ങ് ആകർഷയായി പോയി കഴിഞ്ഞു. എനിക്ക് അങ്ങേയല്ലാതെ ആരെയും വിവാഹം കഴിക്കാൻ സാധ്യമല്ല, അങ്ങ് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നൊക്കെ പറയുകയാണ്. ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ, നിങ്ങളുടെ രാജ്യവും രാജകുമാരിയും സ്വന്തമാക്കാനല്ല ഞാൻ സന്യാസിയായത്, സന്യാസത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്, എനിക്ക് എൻ്റെ ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസി കഴുത്തിലെ വരണമാല്യം വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. രാജകുമാരി പിന്നാലെ ഓടി. ഇത് കണ്ടു നിന്നതായിരിക്കുന്ന ആ സന്യാസിയും രാജാവും രണ്ടുപേരും കൂടെ ഓടി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു കാടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇടവഴികളിലൂടെ ആ സന്യാസി രക്ഷപ്പെട്ടു പോയി. അയാൾക്ക് ആ വഴിയിലെല്ലാം അറിയാമായിരുന്നു. ഈ രാജകുമാരിയാണെങ്കിൽ ഓടിത്തളർന്ന് കാട്ടിലൊരു മരത്തിൻ്റെ അടുത്തെത്തി എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്നും ഈ രാജകുമാരി ഒറ്റപ്പെട്ടെന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഈ രണ്ടുപേരും രാജകുമാരിയുടെ അടുത്ത് ചെന്നു. സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും അവനുടേതായിട്ടുള്ള കർമ്മം ഉണ്ടാവും. സന്യാസിക്ക് അവരുടെ ജീവിതം പ്രാധാന്യം, രാജകുമാരിക്ക് അവരുടെ ജീവിതം പ്രാധാന്യം, അതുകൊണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ ഒരു കൂട്ടിൽ അച്ഛൻ കിളിയും അമ്മ കിളിയും ഒരു കുഞ്ഞു കിളിയും വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഇനി പോകാനിടയില്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് തങ്ങാം, ഈ കൊടുങ്കാട്ടിൽ നിന്ന് നേരം പുലർന്ന് നിന്നെ പുറത്താക്കി തരാം, രാജകൊട്ടാരത്തിൽ തിരിച്ചു പോകാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അവർ. അപ്പോൾ മേലെ ഇരുന്നു കൊണ്ട്
അമ്മക്കിളിയെടുത്ത് അച്ഛൻകിളി പറയുകയാണ്, ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളുണ്ട്, അവരെ നമുക്ക് സ്വീകരിച്ചേ പറ്റുമെന്ന്. അപ്പോൾ ഇവർ തണുത്ത് വെറുങ്ങലിക്കുകയാണല്ലോ, എന്തു ചെയ്യുമെന്ന് പറയും. അമ്മക്കിളി പറന്നുപോയി തൊട്ടടുത്തുള്ള ഗ്രാമത്തിനൊരു തീക്കൊള്ളി കൊത്തിക്കൊണ്ടുവന്ന് ഇവർ അടുത്ത് കൊടുത്തു പറയും, നിങ്ങൾ തണുക്കണ്ട, ഇവിടെ തീ കായാൻ പറയും. അങ്ങനെ തീ കൂട്ടി ഇവർ മൂന്നാളും തീ കാഞ്ഞുകൊണ്ടിരിക്കുക, തീ ആളി കത്തുകയാണ്. അപ്പോൾ അച്ഛൻ കിളി പറഞ്ഞു, നമ്മുടെ അതിഥികൾക്ക് ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്, എൻ്റെ അന്നം എൻ്റെ ശരീരം അവർ ആഹാരമായി ഭക്ഷിക്കട്ടെ എന്ന്. അങ്ങനെ അച്ഛൻ കിളി പറഞ്ഞു തീരുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ സ്പീഡിൽ ആ അഗ്നിയിൽ ചാടി കത്തി വെന്ത് മരിച്ചു. അത് കണ്ടപ്പോൾ അമ്മക്കിളി പറയുകയാണ്, അച്ഛൻ കിളിയുടെ ശരീരം കൊണ്ട് മാത്രം ഇവർക്ക് ആഹാരം കൊടുക്കാനാവില്ല, അതുകൊണ്ട് ഞാനും ചാടി മരിക്കട്ടെ എന്ന്. അങ്ങനെ അമ്മക്കിളിയും മരിച്ചു. അപ്പോൾ കുട്ടി പറയുകയാണ്, 3 പേർക്ക് ആഹാരത്തിന് 2 പക്ഷികളുടെ ശരീരം കൊണ്ട് എന്താവാനാണ്, ഞാനും മരിക്കുക എന്ന് പറയും. അങ്ങനെ 3 ആളും അതിൽ ചാടി മരിക്കും. ഇത് കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ് ഇവർ 3 പേരും. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് സന്യാസി പറയാണ്, കണ്ടോ രാജൻ, ഒരു പക്ഷിക്കും ആ പക്ഷിയുടേതായിട്ടുള്ള ധർമ്മം അതിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠം. സന്യാസിയായിട്ടുള്ള ആൾക്ക് സന്യാസ ജീവിതമാണ് ശ്രേഷ്ഠം, കാരണം അതുകൊണ്ട് അവൻ ആനന്ദിക്കുകയാണതിൽ, അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠം. ഒരു ഗൃഹസ്ഥിയായ രാജകുമാരിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അവൾ ഈ ദുഃഖം അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ കർമ്മം കൊണ്ട് ആ ജീവിതം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ കർമ്മമാണ് ശ്രേഷ്ഠം, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, ഒന്ന് മോശമെന്നോ ഒന്ന് ശ്രേഷ്ഠമെന്നോ പറയാനാവില്ല എന്ന്. തീർച്ചയായിട്ടും സന്യാസിമാരായിട്ടുള്ള പവിത്രരായിരിക്കുന്ന ആളുകളുടെ ബ്രഹ്മചര്യത്തിൻ്റെയും തപസ്സിൻ്റെയും ശക്തി ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നു. ഗൃഹസ്ഥികളെ കൊണ്ട് ഈ ലോകം പരിപാലിപ്പിക്കപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈശ്വരൻ തൻ്റെ ഒരു ശ്രേഷ്ഠമായ ലോകം സൃഷ്ടിക്കുമ്പോൾ അവിടെ പവിത്രമായ ഗൃഹസ്ഥാശ്രമമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെർഫെക്റ്റ് മോഡലായിരിക്കുന്ന ലക്ഷ്മി നാരായണന്മാരെ കാണിക്കുന്നത്. പവിത്രതയുടെ ശക്തി കൊണ്ട് യോഗശക്തിയാൽ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഗൃഹസ്ഥാശ്രമം, പവിത്രമായ ഗൃഹസ്ഥാശ്രമം, സുഖവും ശാന്തിയും സമൃദ്ധിയും കളിയാടുന്ന ലോകം, അതാണ് പെർഫെക്ഷൻ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, ഈ കാലചക്രത്തിലെ ഓരോ ദിവസത്തിനും അതിൻ്റെ പ്രാധാന്യം, ഈ കാലചക്രത്തിലെ ഓരോ നയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം. ഒരു പൂന്തോട്ടത്തിൽ ഏത് പൂവാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നമുക്ക് പറയാനാവില്ല. എല്ലാ പൂക്കളും കൂടിച്ചേരുമ്പോഴാണ് ആ ഗാർഡൻ മനോഹരമാകുന്നത്. ഈശ്വരൻ്റെ വലിയ ഈ പൂന്തോട്ടം വെറൈറ്റി ആയിരിക്കുന്ന മതങ്ങൾ കൊണ്ട്, വെറൈറ്റി ആയിരിക്കുന്ന ധർമ്മങ്ങൾ കൊണ്ട്, വെറൈറ്റിയായ ജീവിത ശൈലികൾ കൊണ്ട്, ഭാഷകൾ കൊണ്ട്, മനുഷ്യരെ കൊണ്ട്, സസ്യലതാദികളെ കൊണ്ട്, പക്ഷിമൃഗാദികളെ കൊണ്ട് മനോഹരമാണ് ഈ ലോകത്തെ. ഈ ലോകമായി കണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ പഠിച്ച നമുക്കും നമ്മുടെ കർമ്മത്തിൽ സംശയം ഉണ്ടാവില്ല. ഏത് റോൾ നമ്മൾ ചെയ്യുന്നോ, റോൾ എന്ത് എന്നതല്ല പ്രാധാന്യം, ആ റോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ തിരഞ്ഞെടുത്ത കർമ്മപഥത്തിൽ ആ കർമ്മത്തെ ശ്രേഷ്ഠമായി ചെയ്യുമ്പോൾ കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരു എന്ന് ചിലർത്ഥം ചെയ്യൂ, നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ ഫീൽഡിൽ നമ്മുടെ കർമ്മത്തെ ശ്രേഷ്ഠമായി മുന്നോട്ട് ധർമ്മത്തിൻ്റെ ആധാരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖവും ശാന്തിയും നിറഞ്ഞതാവും. അതുകൊണ്ട് ഒരു കർമ്മം ഒന്നിനേക്കാൾ മോശമല്ല, ഒന്നിനേക്കാൾ വലുതുമല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ ഒരു വിരലിൽ 5 വിരലുണ്ടെങ്കിൽ ഒരു നല്ല മധുരമായിട്ടുള്ള ലഡു ഉരുട്ടാൻ സാധിക്കൂ. അതുപോലെ ജീവിതത്തെ മാധുര്യമുള്ളതാക്കണമെങ്കിൽ എല്ലാത്തിനും സ്വീകരിക്കുമ്പോൾ, എല്ലാവരെയും അംഗീകരിക്കുമ്പോഴേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ വലുതുമില്ല, ഞാൻ ചെറുതുമില്ല, ആ ഒരു ഇക്വാലിറ്റിയോട് കൂടിയിട്ട് അഭിമാനത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ, ആത്മാഭിമാനത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ എവിടെ ജീവിക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് സുഖവും സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജീവിതം നിങ്ങൾക്കും കൈവരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.